ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ ലേഡീസ് അവർ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ സിറ്റിയിലൊക്കെ പൊതുവെ വീട് വെക്കുമ്പോൾ വളരെ സ്ഥലം കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇത്തരം വീടുകൾ വരുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ട് വോളൊക്കെ വീടിനോട് ചേർത്ത് കോമ്പൗണ്ട് വോൾ വെക്കുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട്. അത് വീടിന് എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ വീടിന് അത് ദോഷം ചെയ്യുമോ? അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ? ശരിക്കും പറഞ്ഞാലൊരു പുതിയൊരു പ്ലോട്ട് വാങ്ങിയിട്ട് നമ്മൾ വീട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതാണ് കോമ്പൗണ്ട് വാൾ. എന്തിനു വേണ്ടി അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, പുറത്തു നിന്നുള്ള നെഗറ്റീവ്സ് നമ്മുടെ കോമ്പൗണ്ട് വാളിനകത്തോട്ട് പ്രവേശിക്കത്തില്ല ഒന്നത്. രണ്ടാമത്, നമുക്കൊരു പ്രൈവസി, ഒരു സേഫ്റ്റി നമുക്കവിടെ കിട്ടും. അതിനുശേഷം കിണറുണ്ടാക്കണം, മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷമാണ് നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇത് മൂന്ന് കാര്യം. ഫസ്റ്റ് കോമ്പൗണ്ട് വാൾ, കിണർ, പിന്നെയാണ് ബേസ്മെൻറ്റായിട്ട് നമ്മൾ വരുന്നത്. അപ്പം ഈ രീതി അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പം 5 സെൻറ്റ് സ്ഥലമായിരുന്നാലും 3 സെൻറ്റ് സ്ഥലമായിരുന്നാലും ഫസ്റ്റ് കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ട് അതിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ബേസ്മെൻറ്റ് ശരിയാക്കുവാൻ. ഒരാൾക്ക് ചുറ്റും നടക്കുവാനുള്ള സ്പേസ്, ഒരു വീടിന് ചുറ്റും നമുക്ക് നടക്കണം, അതിനുള്ള സ്പേസ് എപ്പോഴും നമ്മൾ ഇട്ടിട്ടേ വീട് ചെയ്യാൻ പാടുള്ളൂ. ഒരു എനർജി ലെവലിംഗ് കറക്റ്റ് ആവാൻ വേണ്ടിയാണ്, ഒരു സർക്കുലേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഉണ്ടാവണം. അത് വീടിനും ഇടയ്ക്ക് ഒരു 2 ഡിഗ്രി ഗ്യാപ്പ് അതിനകത്ത് ഉണ്ടാവണം. നടന്ന് റൗണ്ട് ചെയ്ത് പോകാനുള്ള സ്പേസ് ഉണ്ടാവണം. കോമ്പൗണ്ട് വാൾ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒരിക്കലും ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്താൽ നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ടച്ച് ചെയ്യേണ്ട. അതിലെ കോമ്പൗണ്ട് വാളിൽ നിന്ന് ഡയറക്റ്റ് മുകളിലോട്ട് വീട് കെട്ടി പോകുവാനും പാടില്ല. വീടിനോട് ചേർന്ന് കോമ്പൗണ്ട് വാൾ അവസാനിക്കുന്ന വീടുകൾ, അത്തരത്തിലുള്ള വീടുകൾക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാവുക? ഈ ഞാൻ നേരത്തെ പറഞ്ഞു, എനർജി സർക്കുലേഷൻ, എയർ സർക്കുലേഷൻ, വീടിന് ചുറ്റും ഒരു ഇതുണ്ട്, ഒരു എർത്തിങ് പോലെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. തൊട്ടടുത്തുള്ളൊരു വീടിനോട് ഒരു ഭിത്തി 2 വീട്, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള സെയിം എഫക്റ്റ് നമുക്കിവിടെ ഉണ്ടാവും. ആ എൻട്രൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതേ ദോഷം നമുക്കുണ്ടാവും. മറ്റേ നമ്മുടെ ഒരു സെപ്പറേറ്റ് ചെയ്ത് മാത്രമേ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കണക്കാക്കാൻ പറ്റുള്ളൂ. മറ്റത് മതിലിനോട് ചേർത്ത് വീട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മതിൽ കംപ്ലീറ്റ് വീടിൻ്റെ, പിന്നെ നമ്മൾ കണക്ക് കൂട്ടുന്ന ഏതായിരിക്കാം? ആ മതിലിനെയാണ് കണക്ക് കൂട്ടേണ്ടത്. ഈ നേരത്തെ പറഞ്ഞ പ്രായം കാൽക്കുലേറ്റ് ചെയ്യില്ലയോ, ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം എന്നൊക്കെ പറയുന്നത് ആ മതിലിന് ചുറ്റളവ് മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റതങ്ങനെയല്ല. ബേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ബേസ്മെൻറ്റ് സെപ്പറേറ്റ് നിന്നേ പറ്റൂ. അതും നമ്മുടെ കോമ്പൗണ്ട് വാളുമായിട്ട് ഒരു കണക്ഷനും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നടന്നു പോകാനുള്ളൊരു സ്പേസ് അവിടെ ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നമുക്കത് ദോഷം ഉണ്ടാവും. വീടിന്റെ ഉടമസ്ഥർക്ക് മാത്രമാണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവുക, അതോ ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാടക വീട് പോയി താമസിക്കുന്നത് വെച്ചോ, ആ വാടക വീട് പോയി നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വീടായിട്ട് കാണണമെന്നാണ്. ഒരു ദിവസം താമസിക്കുന്ന വീടായിരുന്നാൽ പോലും നമ്മുടെ സ്വന്തമായിട്ട് കാണുക. അപ്പോൾ ആ വീടിനകത്തുള്ള എനർജി നമ്മളെ ബാധിക്കും, മനസ്സിലാവുന്നുണ്ട്? ഇപ്പം യാത്രയൊക്കെ പോകുമ്പോൾ ചില ഹോട്ടലിൽ റൂം എടുത്ത് നമ്മൾ കിടന്നുറങ്ങിയാൽ രാവിലെ എണീക്കുമ്പോൾ നല്ല തലവേദന ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ. അപ്പം നമ്മൾ ഉറപ്പായിട്ട് നമ്മളിപ്പോൾ മൊബൈലിലൊക്കെ എല്ലാവർക്കും കോമ്പസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ കോമ്പസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർത്തിലോട്ടായിരിക്കും തല വെച്ച് കിടക്കുക. അതിനിട്ടേക്കുന്ന ബെഡ് കറക്റ്റല്ല. ആ ബെഡ് ഇട്ടേക്കുന്ന നോർത്തിലോട്ടാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഹെഡിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് തലവേദന ഉണ്ടാകുന്നത്, മനസ്സിലാവുന്നത്? അതേപോലെ തന്നെ ഹോട്ടൽ നമ്മുടെ അല്ലല്ലോ, നമ്മൾ ഒരു ദിവസത്തേക്കല്ലേ താമസിക്കാൻ പോയുള്ളൂ, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ തലവേദന നമുക്കുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ വാടക വീടായിരുന്നാൽ പോലും അത് നമുക്ക് സൂട്ടബിളായിട്ടുള്ളത് തന്നെ വേണം. ഇപ്പോൾ ആൾക്കാരൊക്കെ വാസ്തു നോക്കിയിട്ടേ വാടക വീട് കൊടുക്കാറുള്ളൂ. കാരണം 1 മാസം 2 മാസം താമസിച്ചിരുന്നാലും അവർക്ക് സക്സസ് ആണ് ആവശ്യം, അല്ലേ? ആ വീട്ടിലെ ദുഃഖവും ദുരിതവും അവർ അനുഭവിക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നവരെയും ആ വീടിൻ്റെ ഓണേഴ്സിനെയും ബാധിക്കും. അവർക്കും അത് ഇതാണ്. കാരണം ഗൾഫിലുള്ള പല ആൾക്കാരും വിളിക്കാറുണ്ട്, അവരുടെ നാട്ടിലാണ് വീട്, അവിടെ വാടകയ്ക്ക് കൊടുത്തേക്കാണ്, ഞങ്ങൾക്ക് ഇന്ന പ്രോബ്ലം. അപ്പോൾ അവരുടെ പ്രശ്നം നാട്ടിലുള്ള വീടിൻ്റെ, ആ വീട് അവർക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും പ്രശ്നം ഉണ്ടാവും. ആ വീട്ടിൽ താമസിക്കുന്നവർക്കും പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മുടെ ബേസാണത്. ഒരാളുടെ ബേസ് എന്ന് പറയുന്നത് സ്വന്തം വീടാണ്.
ആ വീടിന് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സക്സസ് ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് സർ, ഈ ചെറിയ 3 നിലയുള്ള ഫ്ലാറ്റുകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഈ അവിടെ ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിൽ പൊതുവെ ഈ വാസ്തു എന്ന് പറയുന്ന ഒരു സാധനം കണക്കിലെടുക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ സംശയകരമാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഈ ഏറ്റവും താഴെ നിലയിൽ 1ാമത്തെ നിലയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ആളുടെ കന്നിമൂലയിലാണ് 3ാമത്തെ നിലയിലുള്ള ആളുടെ ബാത്റൂം വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇത് 1ാമത്തെ നിലയിലുള്ള ആളെയോ അല്ലെങ്കിൽ 3ാമത്തെ നിലയിലുള്ള ആളെയോ അല്ലെങ്കിൽ ഇനി അഥവാ ഫ്ലാറ്റിൽ താമസിക്കുന്ന എല്ലാവരെയും ഇത്തരത്തിലുള്ള ഈ അപാകതകൾ ബാധിക്കുമോ? അത് ഒരു പരിധി വരെ ബാധിക്കും. അതിനകത്ത് നമുക്ക് റെമഡി ഉണ്ട്. നമുക്കിപ്പം ഗ്രൗണ്ട് ഫ്ലോർ നമുക്കൊരു ഫ്ലാറ്റ് നമ്മൾ വാങ്ങി, ആ ഫ്ലാറ്റ് മാത്രമാണ് നമ്മുടെ ഉടമസ്ഥതയിലുള്ളത് അല്ലേ? ആ ഒരു ഫ്ലോർ മാത്രം. അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിന് ചിലപ്പം ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലായിരിക്കും അതിൻ്റെ ടോയ്ലറ്റ് വരിക. കാരണം ഇപ്പം അവരവരുടെ രീതിക്കനുസരിച്ച് ആർക്കിടെക്ചർ ചെയ്യാമല്ലോ. ഇപ്പം ഓരോരുത്തർ കറക്റ്റായി ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. ടോയ്ലറ്റ് എല്ലാം ഒരേ ഇതിലാണ് വരുന്നത്. ഇപ്പോഴുള്ള ഒട്ടുമുക്കാലും വാസ്തുവൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അല്ലാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അത് മാത്രമല്ല, പല വീടുകളിലും 2 നില വീടൊക്കെ വെക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ 3 വെക്കുന്നവർക്ക് മുകളിലുള്ള ആൾക്കാർ താമസമില്ലെങ്കിലും ഇവർ തന്നെ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ലിവിങ് റൂമിൻ്റെ മുകളിൽ ടോയ്ലറ്റ് വരാം, അതിൻ്റെ പൂജാമുറിയുടെ മുകളിൽ ടോയ്ലറ്റ് വരാം. ഈ ടോയ്ലറ്റ് വരുമ്പോൾ നമുക്ക് താഴെയുള്ളവർക്ക് നെഗറ്റീവ് ആരോസ്, പോയിസണൽ ആരോസ് നമുക്ക് അതുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് അത് കിട്ടുന്നത് വെച്ചാൽ, ഈ കാട്ടുകടന്തൽ കൂട് കണ്ടിട്ടുണ്ടോ? വലിയ ടവറിലൊക്കെ ഇരിക്കും, ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലിരിക്കും അല്ലേ? വലിയ വലിയ ടവറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതേപോലെയാണ് ആ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അതിൻ്റെ താഴെ ഇരുന്ന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊത്തിരി അലസതയും മടിയും ക്ഷീണമൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ നെഗറ്റീവ് എനർജി എന്ന് വെച്ചാൽ ശൂലം കൊണ്ട് നമ്മൾ കുത്താനും വരുന്നതല്ല. ഗ്രാജ്വലി നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മൊത്തത്തിലൊരു അലസത ഉണ്ടാവും, അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്താലും നമുക്കൊരു മനസ്സിനൊരു സുഖമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ 3 ഫ്ലാറ്റിലും സെപ്പറേറ്റ് ആൾക്കാരാണ് അല്ലേ? അപ്പം ഈ 3ാമത്തെ ഫ്ലാറ്റിൻ്റെ കന്നിമൂല ഭാഗത്ത് വരുന്ന ടോയ്ലറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആൾക്ക് എഫക്റ്റ് ചെയ്യില്ല, ഫസ്റ്റ് ഫ്ലോറിലുള്ള ആൾക്ക് എഫക്റ്റ് ചെയ്യും. മനസ്സിലാവുന്നത്? അതിൻ്റെ നേരെ മുകളിലാണല്ലോ, അവർക്കാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക. അതിനേക്കാളുപരി ഏറ്റവും മുകളിൽ താമസിക്കുന്നവർക്കാണ് എഫക്റ്റ് ചെയ്യുക. അവരെ വീടിൻ്റെ കന്നിമൂല ഭാഗത്തല്ലേ ടോയ്ലറ്റ് എന്നുള്ളത്, അത് അവർക്കും. അപ്പോൾ ഈ 2 ഫ്ലോറുകാർക്കും അത് എഫക്റ്റ് ചെയ്യും. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആൾക്ക് അത് എഫക്റ്റ് ചെയ്യാനും ഇത് കുഴപ്പമില്ല. പിന്നെ സ്റ്റെയറൊക്കെ അതുവഴിയാണ് ഉണ്ടെങ്കിൽ, കന്നിമൂലയിൽ കൂടെ സ്റ്റെയർ ആണെങ്കിലും മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കന്നിമൂലയിൽ കൂടെ ആവാം, അത് പ്രോബ്ലം ഇല്ല കേട്ടോ. കന്നിമൂലയിൽ നിന്ന് മുകളിലോട്ട് കയറി നേരെ പടിഞ്ഞാറോട്ടോ ഇങ്ങോട്ടേലും കയറത്തക്ക രീതിയിലാകാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഇടത്ത് നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ളവർക്ക് എന്ത് റെമഡിയാണ് ചെയ്യാൻ സാധിക്കുക? ഇതിനകത്ത് ഈ മുകളിലോട്ടുള്ള അങ്ങനെയുള്ള കന്നിമൂലയിലുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കുക, അതേ ഉള്ളൂ തന്നെ റെമഡി. അതെ. അപ്പോൾ ഈ താഴെയുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള ആൾ അതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് ഫ്ലോറിലുള്ള ആൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫെങ്ഷി മുഖേന നമ്മൾ ചെയ്യണമെങ്കിൽ പിരമിഡൊക്കെ വെച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം. അല്ലെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ താഴെ വരുന്ന ഏത് റൂമാണോ, ലിവിങ് റൂമാണോ ബെഡ്റൂമാണെങ്കിൽ സെപ്പറേറ്റ് സീലിംഗ് ഉണ്ട്. അതായത് ആ ഇതിന് താഴെ ഒരു സീലിംഗും കൂടെ നമ്മൾ കൊടുത്തുകൊണ്ട് ആ ഒരു എഫക്റ്റിനെ നമുക്ക്, എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വീട്ടുകാർക്ക് അത് എഫക്റ്റ് ചെയ്യാത്തതെന്ന് പറയാൻ കാരണം, ഇടയ്ക്കൊരു വീടും കൂടെ ഇല്ലയോ, അതൊരു നമ്മൾ സാധാരണ മുകളിൽ എന്ന് പറഞ്ഞാൽ താഴെ സീൽ ചെയ്താൽ മതി, ആ ദോഷം കുറേ മാറും. അതേപോലെ ഒരു സീലിങ്ങിൻ്റെ എഫക്റ്റാണ് ഇടയ്ക്കുള്ളത്. അതിൽ സീൽ ചെയ്ത് മാറ്റാം, പിരമിഡ് വെച്ച് മാറ്റാം. ഫെങ്ഷി മുഖേന ഒത്തിരി കാര്യങ്ങൾ റെമഡി ഉണ്ട്, നമുക്ക് ചെയ്യാം. ഈ ഏറ്റവും മുകളിലുള്ള ആൾക്കാർക്കും ഈ കന്നിമൂലയിലെ ബാത്റൂം, അവരുടെ നമ്മൾ സാധാരണ വീട്ടിൽ കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വരുന്നതിൻ്റെ അതേ എഫക്റ്റ് തന്നെ അവർക്കുണ്ടാവും. അത് ഒത്തിരി പ്രോബ്ലംസ് ആണ്. അത് ഒത്തിരി മിക്കവാറും ബാത്റൂം മാറ്റേണ്ടതായിട്ടുള്ള അത് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യം വരും. ഇല്ല അവർക്ക് വേറെ ടോയ്ലറ്റൊന്നും ഇല്ല, അതേ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് റെമഡിയിൽ എന്നത് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെടിച്ചട്ടിയിലൊരു ചെടി നട്ടതിന് ശേഷം അതിനകത്ത് വയ്ക്കുക. പൂക്കൾ വരുന്ന ചെടിയാണ്, നിറച്ച് പൂക്കളുള്ള ചെടികളല്ല വയ്ക്കാൻ പറയുന്നത്, പൂക്കൾ വരുന്ന ടൈപ്പ് ചെടി അതിനകത്ത് വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്തുള്ള എനർജി, ഭൂമിയാണ് ധാതു, അത് മരം വയ്ക്കുന്നു എന്നാണ് അതിൻ്റെ സാരം കേട്ടോ. അപ്പോൾ അത് കുറച്ച് അത് ആ ഒരു ദോഷത്തെ കുറച്ച് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. വേറെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ടാണ് ഏറ്റവും നല്ലത്. ഇതിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടോ നോട്ട് ചെയ്തിട്ട് വിളിക്കുക. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം. നമസ്കാരം.